വളരെ ഒരുപാട് ബുദ്ധിമുട്ടിയ പടം, കഷ്ടപ്പെട്ട പടം. വാനപ്രസ്ഥത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ കണ്ടിട്ടില്ല ഷൂട്ടിങ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചോദിച്ചു, അമ്മയ്ക്ക് കാണണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ. അപ്പോൾ പൂതന സുന്ദരിയായിട്ട് വരണില്ലേ, അത് കാണിക്കാൻ കൊണ്ടുപോയി. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പൂവ് അത് മാത്രം ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴും മനസ്സിലായി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി. മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാണ്ട്, സ്ട്രോ വെച്ച് പോലും കുടിക്കില്ല അയാൾ, കുടിക്കാണ്ട് ഇതൊക്കെ കൂടെ ചുറ്റിക്കെട്ടിയൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ എത്ര ബുദ്ധിമുട്ടി. അതിനിതൊക്കെ ഫലം കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നിരുന്നു. അവൻ വലിയ ഭക്തനാണ്, എന്താണെങ്കിലും ഭയങ്കര ഭക്തിയാണ്. തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കും, അമ്മ എളുപ്പം പോവും, ഞാൻ പഴഞ്ചിറ ദേവി ക്ഷേത്രത്തിൽ പോകും, ഓടിച്ചെന്ന് പ്രാർത്ഥിക്കും ഞാൻ നല്ലത് വരണേന്ന്. അപ്പോൾ പിന്നെ എൻ്റെ മകൻ മരിച്ചുപോയി, അതും കൂടെ ആയപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് വിഷമാവും, കൂടുതലാവും. അപ്പോൾ അയാൾ എന്തുണ്ടെങ്കിലും ഭയങ്കര ഭക്തനാണ് അയാൾ. വാനപ്രസ്ഥമൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ലാലുവിനെ. അങ്ങനെയല്ല, എന്തിനാ ആവശ്യമില്ലാത്ത ഏറ്റെടുത്തു എന്നാ. അപ്പോൾ അത് അവൻ്റെ ഒരു ആശ. പക്ഷെ നന്നായി അല്ലേ, നമ്മൾ വരുമാനം മാത്രം നോക്കിയാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് നന്നായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്കൊരു തൃപ്തിയും കൂടി വേണ്ടേ. തീർച്ചയായിട്ടും വേണം, അയാളുടെ തൃപ്തിയല്ലേ വലിയ തൃപ്തി. അതുകൊണ്ടാണ്. പിന്നെ അല്ലാതെ കുറ്റപ്പെടുത്തത്തക്ക വേറൊരു കാര്യങ്ങളും ഇല്ലല്ലോ, കൊച്ചിലേ ഇല്ല.